ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്. അവൻ നപ്പക്കഷ്ണം ഭക്ഷിച്ചതിനെ തുടർന്ന് അവന്റെ ഉള്ളിലേക്ക് പിശാച് പ്രവേശിക്കുന്നു. തന്റെ ഗുരു സ്നേഹത്തിന്റെ അപ്പം അവന് വിളമ്പിയപ്പോൾ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് പിശാചായിരുന്നു. കാരണം അവൻ തന്റെ ഗുരുവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ മറന്നുപോയി. അവൻ എപ്പോഴും പ്രണയിച്ചത് പണസഞ്ചിയെ ആയിരുന്നു. ഞാൻ അവനെ ഒറ്റിക്കൊടുത്താൽ എനിക്കെന്ത് കിട്ടും? 30 വെള്ളിക്കാശ് എനിക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവൻ തന്റെ ഗുരുവിനെ പോലും ഒറ്റിക്കൊടുക്കുവാൻ മാത്രം അവന്റെ ജീവിതത്തെ അത്രയേറെ നാശത്തിലേക്ക് അവൻ പറഞ്ഞയച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളും പലപ്പോഴും ചിന്തിക്കും, എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് ലഭിക്കും എന്ന് മാത്രം ആഗ്രഹിച്ച്. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് വളരാതെ ക്രിസ്തുവിലേക്ക് വളരുവാനും അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.